ഹലോ ഗെയ്സ്, ഞാനിവിടെ നെയ്ച്ചോറ് വെക്കാൻ പോവുകയാണ്. അരിക്കുള്ള കൂട്ടുകൾ ഞാൻ കാണിച്ചു തരാം. നെയ്ച്ചോറിൻ്റെ അരി ഇതാണ്. അരി ഇതാണ്. നെയ്ച്ചോറ് വെക്കാൻ ഉള്ള അരിയാണ് ഇത്. അതിലേക്ക് ഇതാ ക്യാരറ്റ് ഉണ്ട്, പിന്നെ എന്താ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയുണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കറാമ്പൂവ്, വലിയ ജീരകം, കുരുമുളക്, ഏലക്കായ, കറുകപ്പട്ട. ഇത് അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കൂട്ടാനുള്ളതാണ്. ഇത്രയുള്ള പിന്നെ മല്ലിച്ചപ്പ് അതിന് മേലെ അതിലേക്കുള്ള പച്ചമുളക് താത്തി വെക്കാൻ അത് പക്ഷേ നെയ്ച്ചോറ് വെക്കാൻ പോവുകയാണ്. പിന്നെ അതിലേക്കുള്ള കറി തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാണ്. മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇടുന്നില്ല. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലുണ്ട്. അതിലേക്ക് ഇതാ അണ്ടിപ്പരിപ്പ് കൂട്ടി അരക്കണം. അതിലേക്ക് വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇത് അതിലേക്കുള്ള സാധനം അത് കൂട്ടാനുള്ളതാണ്. ഈ കറുകപ്പട്ട, ഏലക്കായ്, കറാമ്പൂവ്, ഈ അണ്ടിപ്പരിപ്പ് അതിൽ കൂട്ടാനുള്ളതാണ്. ഈ മല്ലിച്ചപ്പിൻ്റെ ഇല അതിൽ കൂട്ടാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ ഇതൊക്കെ ശരിയായതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണാം. 1 കിലോ അരിയിൽക്കാണ് ഇതൊക്കെ. 1 കിലോ അരിയിൽക്ക് ആണ് ഇതൊക്കെ. ഇതിലേക്ക് പകുതി കച്ചമ്പറിനുണ്ട്, പകുതി കറിയിൽക്കും പകുതി കച്ചമ്പറിനുമാണ് ഇത്. നെയ്ച്ചോറിക്ക് വേണ്ടത് ഇതുള്ളൂ. നെയ്ച്ചോറിക്ക് വേണ്ടത് ഇതാണ്. ഇതിന് ക്യാരറ്റ് വേണം, അങ്ങനെയുള്ളതൊക്കെയാണ് വേണ്ടത്. 1.5 കിലോ ചിക്കനാണ്. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ അവിടെ കാണിച്ചു തന്നത്. ഇത് 1.5 കിലോ ചിക്കനാണ്. അതിലേക്കാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ചമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസമ്മേ വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്തിട്ടുണ്ട്. കത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാമോയിലും പാർന്ന് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാമോയിലും പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വറുത്തിട്ടെടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഉള്ളി ഒന്നങ്ങനെ ഏകദേശം വഴണ്ടി വരട്ടെ. ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് കോരിയെടുക്കുകയാണ്. ഉള്ളി കോരിയിട്ട് ഇതൊരു അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കൊടുക്കുകയാണ്. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിഞ്ഞ് വരട്ടെ. അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അതിനൊക്കെ വൃത്തിയാണ്. കോരിക്കുകയാണ്. നയിക്കാൻ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറാമ്പൂവ്, വലിയ ജീരകം, ഏലക്കായ്, കറുകപ്പട്ട എന്നിവ എല്ലാവരും കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ 2 പച്ചമുളക് കൊടുക്കുന്നുണ്ട്. വാങ്ങിയിട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട, ഓപ്ഷനാണ്. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടുണ്ടാക്കി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ചു. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര വെള്ളമാണ്. 2 പാത്രം വെള്ളം ഇത്ര അരച്ച പാത്രമാണ് പാർന്ന് കൊടുക്കുന്നത്. പിന്നെ അരപ്പാത്രം കൂടി പാർന്ന് വെക്കുന്നുണ്ട്. ഇത്ര വെള്ളം മതി നെയ്ച്ചോളൂ. ഞാനത് മൂടി വെക്കുന്നുണ്ട്. ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
കോഴി സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. കോഴി കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, കറുകപ്പട്ട, കുരുമുളകിൻ്റെ പൊടി എന്നിവ, ഏലക്കായ, കറാമ്പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നക്കി കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായി അതിൻ്റെ പച്ചമണം മാറി വരട്ടെ. ആയി വന്നിട്ടുണ്ട്. ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് വഴഞ്ഞ് വരട്ടെ, നല്ലോണം വഴഞ്ഞ് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചകരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് രസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളക്കി വേണ്ടാക്കിട്ടോ. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സെറ്റായി ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരായി വരട്ടെ. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇളകി വരട്ടെ. ഇളക്കി ജോയിൻ്റ് ആക്കി വരട്ടെ. തൈര് പാർന്നു കൊടുക്കുകയാണ്. ഒരു സ്പെഷ്യൽ കറിയാണ് വെക്കുന്നത്. അതിൽ തൈര് വാരുന്നുണ്ട്. കച്ചമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ക്യാരറ്റ് ഇട്ടുക്കണം, വലിയ ഉള്ളി ഇട്ടുക്കണം, പച്ചമുളക് ഇട്ടുക്കണം, ഉപ്പ് ഇട്ടുക്കണം, മല്ലിച്ചപ്പ് ഇട്ടുക്കണം. ഞാനൊന്ന് ജോയിൻ്റ് ആക്കുകയാണ്. ഉപ്പ് ഇട്ടുക്കണം. പിന്നെ കുഴക്കുകയാണ് മല്ലിച്ചപ്പ് കച്ചമ്പർ. നമ്മൾ തൈ കൊണ്ടാണ് കച്ചമ്പർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അണ്ടിപ്പരിപ്പും പാലും കൂടി കൂട്ടിയിട്ടാണ് അരക്കണത്. ഇത് ചിക്കൻ സ്റ്റൂവിലേക്ക് പാരാനുള്ളതാണ്. ചിക്കൻ സ്റ്റൂ അതിലേക്ക് പാരാൻ ഞാൻ അരക്കാൻ പോവുകയാണ്. ഇതാ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഞാനിക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുന്നുണ്ട്.
പീസ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായി വന്നിട്ടുണ്ട്. ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാത്തിനുള്ള ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേലെ കൂടെ. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉള്ളി ഇടാൻ പോവുകയാണ്. ചെറിയ ഉള്ളി ഇടാൻ പോവുകയാണ്. കോഴിക്കറി തോന്നിക്കാനുള്ള ഇതിടാൻ പോവുകയാണ്. മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വിളമ്പി കഴിക്കാൻ പോവുകയാണ്. അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, നെയ്ച്ചോറൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവുകയാണ്.